പഞ്ചസാരയുടെ വില 28 രൂപയായിരുന്നതാണ് 33 രൂപയായത്. അതായത് 5 രൂപയുടെ വില വർധനയാണ് നടപ്പാക്കിയത്. പക്ഷേ ഈ 5 രൂപയുടെ വർധന കൊണ്ട് മാത്രം അവസാനിക്കില്ല. കാരണം 33 രൂപ എന്നത് അടിസ്ഥാന വിലയാണ്. ഇതിൻ്റെ കൂടി 1 രൂപ 76 പൈസ നികുതി വരും. ഇതിനൊപ്പം 2 രൂപ സപ്ലൈകോയുടെ പാക്കിംഗ് ചാർജ് വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 8 രൂപയുടെ വർധനയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 36 രൂപ 76 പൈസയാകും 1 കിലോ സബ്സിഡി പഞ്ചസാരയ്ക്ക് എന്നതാണ് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് പഞ്ചസാരയുടെ വില വർധന 33 രൂപയിൽ ഒതുങ്ങില്ല, അത് 36 രൂപ 78 പൈസയായി വർദ്ധിക്കും. എന്നാൽ മട്ടേരിയുടെ കാര്യത്തിൽ 30 രൂപയിൽ നിന്ന് 33 രൂപയായി തന്നെ വരും. 3 രൂപയുടെ വർധന തന്നെയാണ്. പഞ്ചസാരയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ നികുതിയുടെയും അതുപോലെ തന്നെ പാക്കിംഗ് ചാർജിൻ്റെയും അധിക നിരക്ക് ഉപഭോക്താക്കളുടെ തലയിലേക്ക് വന്നു പതിക്കുക. ഈ ഓണക്കാലത്ത് പൊതുജനങ്ങൾ കൂടുതലായി വിപണിയിലെത്തും, സപ്ലൈകോയിലെത്തും എന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ സമയത്ത് തന്നെ ഈ 2 ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ഈ പഞ്ചസാരയുടെ വിലയുടെ കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പമുള്ളത്. ആശയക്കുഴപ്പമില്ല, അത് വ്യക്തത തന്നെയാണ്. അതായത് 28 രൂപയായിരുന്നു നിലവിൽ പഞ്ചസാരയുടെ വില. അതിപ്പോൾ പുതിയ വില 33 രൂപയായി. 33 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സപ്ലൈകോയിൽ ചെന്ന് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര വാങ്ങിയാൽ 33 രൂപയ്ക്ക് ഈ പഞ്ചസാര കിട്ടില്ല. കാരണം 1 രൂപ 76 പൈസ ഇതിൽ നികുതിയാണ്, ടാക്സാണ്. പിന്നെ 2 രൂപ പാക്കിംഗ് ചാർജാണ്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 36 രൂപ 76 പൈസയാകും നിലവിൽ ഈ പഞ്ചസാരയുടെ വില. അതായത് 8 രൂപയുടെ വർധന ഉണ്ടാകും എന്നതാണ്. അതായത് 33 രൂപയിൽ അവസാനിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. 36 പൊതുവിപണിയിൽ പഞ്ചസാരയ്ക്കുള്ള വിലയല്ല, സപ്ലൈകോയിൽ പഞ്ചസാരയിൽ സബ്സിഡി ഇല്ലാത്ത പഞ്ചസാരയുടെ വില 39 രൂപ 40 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 36 രൂപ 76 പൈസയിലേക്ക് എത്തുമ്പോൾ ഈ സബ്സിഡി പഞ്ചസാരയും സബ്സിഡി ഇല്ലാത്ത പഞ്ചസാരയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നതാണ്. സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് പൊതുവിപണിയിൽ എന്താണ് വില അതിൻ്റെ 35% സബ്സിഡിയായി നൽകുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസമായി ഇത് പുനഃപരിശോധിച്ചിട്ടില്ല. പക്ഷേ പുനഃപരിശോധിച്ചത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സപ്ലൈകോയെ ആശ്രയിക്കുന്ന കാലമായ ഓണക്കാലത്തായിപ്പോയി എന്നതാണ് ജനത്തിന് മേലുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയ അടി എന്നത്. കാരണം ഈ ഓണക്കാലത്ത് അരിയും പഞ്ചസാരയും വളരെ ഒഴിവാക്കാൻ കഴിയാത്ത സാധനങ്ങളാണ്. അതും 1 കിലോ ഒന്നും ആരും വാങ്ങുകയില്ല, കൂടുതൽ വാങ്ങുന്നവരാണ്. അപ്പോൾ 1 രൂപയുടെ വില വർധന പോലും ഒരു ശരാശരി സാധാരണക്കാരൻ്റെ ബജറ്റിനെ ബാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും 2 രൂപയും 1 രൂപയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര ഭാരമാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ യൂട്യൂബിലെല്ലാം കമൻറ്റുകളായി വരാം. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഒരു ഓണക്കാലത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ്, ഒരുപാട് ചിലവുകളുള്ളതാണ്. അപ്പോൾ എത്രയും രൂപ കുറയ്ക്കാൻ സാധിക്കുമോ അത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അങ്ങനെ ഇരിക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു വർധന അത് സബ്സിഡി സാധനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് കരിഞ്ചന്തയിൽ പൊതുവിപണിയിൽ ഈ അരിക്കും പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. കാരണം സർക്കാർ സബ്സിഡി സാധനങ്ങൾക്ക് പോലും വില വർദ്ധിപ്പിച്ചല്ലോ എന്ന വാദം ഉയർത്തി പൊതുവിപണിയിലെ കച്ചവടക്കാർക്ക് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കും. അത് പൊതുവെ സാധാരണക്കാർക്ക്, സപ്ലൈകോ അല്ല പൊതുവിപണിയെ ആശ്രയിക്കുന്ന മറ്റ് ജനങ്ങൾക്കെയും കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തരത്തിലും മാറ്റിവെക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഈ പഞ്ചസാരയും അരി എന്നൊക്കെ പറയുന്നത്. പഞ്ചസാരയിൽ 8 രൂപയുടെ മാറ്റം ഉണ്ടാവുക, 8 രൂപയുടെ വില വർധന ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. റോക്കറ്റ് പോലെ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്.